നമുക്ക് ഈ ലെക്ചറിൽ ഡച്ച് നാഷണൽ ഫ്ലാഗ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കാണാം. സോർട്ട് ആൻ അറേ ഓഫ് സീറോസ്, വൺസ് ആൻഡ് ടൂസ്. ഇൻപുട്ട് 0 1 2 0 1 2. ഔട്ട്പുട്ട് 0 0 1 1 2 2. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? ഇൻപുട്ട് ആയിട്ട് ഒരു അറേ ആണുള്ളത്. ആ അറേയിൽ സീറോസും വൺസും ടൂസും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ അറേയെ സോർട്ട് ചെയ്യണം. ആദ്യം സീറോസ് വരണം, പിന്നെ വൺസ് വരണം, പിന്നെ ടൂസ് വരണം. ഈ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂറിനോട് എന്തായിരിക്കും ചോദിക്കുക? ഷുഡ് വി ഡു ഇറ്റ് ഇൻ പ്ലേസ്? ഇൻ പ്ലേസ് ആയിട്ടാണോ നമ്മുടെ അൽഗോരിതം ഈ അറേയെ സോർട്ട് ചെയ്യേണ്ടത്? അന്നേരം ഇന്റർവ്യൂർ പറയാണ് യെസ്. വാട്ട് ടു ഡു ഇഫ് അറേ കണ്ടെയ്ൻസ് ഒൺലി സീറോസ് ഓർ ഒൺലി വൺസ് ഓർ ഒൺലി ടൂസ്? അറേയിൽ ഒന്നെങ്കിൽ സീറോസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വൺസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടൂസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കേസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇന്റർവ്യൂറിനോട് ചോദിക്കുകയാണ്. അന്നേരം ഇന്റർവ്യൂർ പറയാണ് ആ അറേയെ അതേപോലെ തന്നെ റിട്ടേൺ ചെയ്താൽ മതി. ഷുഡ് ദ അൽഗോരിതം ബി സ്റ്റേബിൾ? സ്റ്റേബിൾ ആയിരിക്കണോ നമ്മുടെ അൽഗോരിതം? സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ എലമെന്റ്സ് ഇൻപുട്ടിലുള്ള അതേ ഓർഡറിൽ തന്നെ ഔട്ട്പുട്ടിൽ വരണം. ഇന്റർവ്യൂർ പറയാണ് നോ, അൽഗോരിതം സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. മൂവ് സീറോസ് ടു സ്റ്റാർട്ട് ആൻഡ് മൂവ് ടൂസ് ടു എൻഡ്. ആസ് എ റിസൾട്ട് വൺസ് വിൽ ബി ഇൻ ദെയർ ഒറിജിനൽ പൊസിഷൻ. നമ്മളിവിടെ ചെയ്യേണ്ടത് സീറോസിനെ സ്റ്റാർട്ടിലോട്ടും ടൂസിനെ എൻഡിലോട്ടും മൂവ് ചെയ്യണം. അതുകൊണ്ട് വൺസിന്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. നമുക്കൊരു ഹാഫ് സോർട്ടഡ് അറേ എടുക്കാം. 0 0 0 1 1 എൻഡില് 2 2. ഹാഫ് സോർട്ടഡ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് എലമെന്റ്സിനെ ക്രോസ് ചെയ്യാൻ മിച്ചമുണ്ട്. ബാക്കി എലമെന്റ്സ് എല്ലാം സോർട്ടഡ് ആണ്. ഇവിടെ ലോ പോയിന്റ് ചെയ്യുന്നത് ഈ 1ലോട്ടാണ്, ഹൈ പോയിന്റ് ചെയ്യുന്നത് ഈ ലൊക്കേഷനിലോട്ടും. ഐ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന എലമെന്റ് ആണ്. ഇപ്പൊ നിൽക്കുന്ന എലമെന്റ് 0 ആണെന്ന് വിചാരിച്ചോ. ഇവിടെയുള്ള എലമെന്റ് 0 ആണ്. 0 ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അറേ ഓഫ് ഐയെയും അറേ ഓഫ് ലോയെയും സ്വാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ഐയെ ഇൻക്രിമെന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ലോയെ ഇൻക്രിമെന്റ് ചെയ്യണം. ഇവിടെയുള്ള എലമെന്റ് 1 ആണല്ലോ, ഒന്നും ചെയ്യണ്ട, ഐയെ ഇൻക്രിമെന്റ് ചെയ്യാൻ മുമ്പോട്ട് പോവുക. ഇവിടെയുള്ള എലമെന്റ് 2 ആണെങ്കിലോ അറേ ഓഫ് ഐയെയും അറേ ഓഫ് ഹൈയെയും സ്വാപ്പ് ചെയ്യണം. എന്നിട്ട് ഹൈയെ കുറയ്ക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം 0യിലും 1ലും നിങ്ങൾ ഐയെ കൂട്ടി. ഇവിടെ നിങ്ങൾ ഐയെ കൂട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? നമ്മൾ അറേ ഓഫ് ഐയെയും അറേ ഓഫ് ഹൈയെയും സ്വാപ്പ് ചെയ്തു. സ്വാപ്പ് ചെയ്തതിന് ശേഷം ഈ അറേ ഓഫ് ഐയില് 0യോ അല്ലെങ്കിൽ 1ഓ വരാം. 1 ആണെങ്കിൽ ഐ പ്ലസ് ഈക്വൽ ടു 1 ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ 0 ആണെങ്കിലോ നമ്മുടെ അൽഗോരിതം തെറ്റില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് ചെയ്യാത്തത്. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 0 തൊട്ട് ലോ -1 വരെ അറേയുടെ എലമെന്റ്സ് 0 ആണ്. ഹൈ പ്ലസ് 1 തൊട്ട് n-1 വരെ അറേയുടെ എലമെന്റ്സ് 2 ആണ്. ലോ തൊട്ട് i-1 വരെ അറേയുടെ എലമെന്റ്സ് 1 ആണ്. നമുക്ക് ഡച്ച് നാഷണൽ ഫ്ലാഗ് പ്രോബ്ലത്തിന്റെ പൈത്തൺ കോഡ് കാണാം. സോർട്ട് അറേ ഓഫ് സീറോസ്, വൺസ് ആൻഡ് ടൂസ്. ബ്രാക്കറ്റിലെ ARR. ലോ ഈക്വൽ ടു 0, ഹൈ ഈക്വൽ ടു LN ഓഫ് ARR -1. ലോ അറേയുടെ ഫസ്റ്റ് എലമെന്റിലോട്ട്, ഹൈ അറേയുടെ ലാസ്റ്റ് എലമെന്റിലോട്ടുമാണ് പോയിന്റ് ചെയ്യുന്നത്. ഇനിഷ്യലി ഐയുടെ വാല്യൂ 0 ആണ്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ. ഐ എവിടെ വരെയാണ് പോകേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ വരെ. ഇഫ് അറേ ഓഫ് ഐ ഈക്വൽ ടു 0, സ്വാപ്പ് ചെയ്യണം അറേ ഓഫ് ഐയും അറേ ഓഫ് ലോയും. അത് കഴിഞ്ഞ് ലോയെ ഇൻക്രിമെന്റ് ചെയ്യണം, ഐയെയും ഇൻക്രിമെന്റ് ചെയ്യണം. അറേ ഓഫ് ഐ ഈക്വൽ ടു 1 ആണല്ലോ, ഐയെ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യണം. അറേ ഓഫ് ഐ 2 ആണെങ്കിലോ സ്വാപ്പ് ചെയ്യണം അറേ ഓഫ് ഐയെയും അറേ ഓഫ് ഹൈയെയും. അത് കഴിഞ്ഞ് ഹൈയെ കുറയ്ക്കണം. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം അറേ ഒരു തവണയാണ് ട്രാവേഴ്സ് ചെയ്തിട്ടുള്ളത്. അറേയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു തവണയാണ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ഉം സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ഉം ആണ്.